മുസ്ലിം ലീഗിൻ്റെ തീപ്പൊരി നേതാവാണ് KM ഷാജി. അദ്ദേഹം ഇപ്പോൾ നിയുക്ത തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന ശൈലി, സംസാര ശൈലിയൊക്കെ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുകയും വിവാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം KM ഷാജി, നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ചാണ്ടി ഉമ്മന് അവാർഡ് നൽകുകയുണ്ടായി. ഏറ്റവും നല്ല പ്രകൃതി സ്നേഹിക്കുള്ള അവാർഡാണ് അദ്ദേഹം ചാണ്ടി ഉമ്മനെ സമർപ്പിച്ചത്. ചാണ്ടി ഉമ്മന് ആ അവാർഡ് സമർപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാകുന്നു. അദ്ദേഹത്തിൻ്റെ ആ ചടുലമായ തീപ്പൊരി ആ ഒരു പ്രസംഗ ശൈലി ഒന്ന് കേൾക്കുക തന്നെ വേണം. കേട്ടാലോ? അല്ല, നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഷാജി അവർകളെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ചാണ്ടി ഉമ്മൻ MLA യും വളരെ ബഹുമാന പുരസ്സരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കാനായി പ്രിയപ്പെട്ട ഷാജി അവർ സാദരം ക്ഷണിക്കും. ആദരണീയരായ പ്രിയപ്പെട്ട സഹോദരൻ അനുജൻ ചാണ്ടി ഉമ്മൻ, പ്രിയപ്പെട്ട സലീം, ഫൈസൽ, അതുപോലെ തന്നെ SR മുഹമ്മദ് സുൽഫി, പ്രിയപ്പെട്ട സുൽഫിഖർ സലാം, ആബിദ ഫാറൂഖി, ജബ്ബാർ MT, അബ്ദുസലാം, സൈനുൽ ആബിദ്, അബ്ദുൽ ഗഫൂർ തുടങ്ങിയിട്ടുള്ള എല്ലാവരെയും ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് 2 കാരണങ്ങൾ കൊണ്ട് അതിലൊരു സന്തോഷമുണ്ടായിരുന്നു. ഒന്ന്, ഈ അവാർഡിന് അർഹനായിട്ടുള്ള ഒരാൾ ചാണ്ടി ഉമ്മനാണ് എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് മിസ്സായിപ്പോയ ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിലെ രീതികളെന്ന് പറയുന്നത്. അസൂയയോട് കൂടിയിട്ട് നോക്കിയാൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് മിസ്സിങ് തോന്നിയിട്ടുള്ള ഒരു പുതിയ മണ്ഡലത്തിലേക്ക് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ പരീക്ഷിക്കാൻ ഞാനും ധൈര്യം കാണിക്കുമായിരുന്ന ഒരു ധൈര്യമാണ് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ കാണിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ, ഈ പാരിസ്ഥിതിക സൗഹൃദമാവുക ജീവിതം എന്ന് പറയുന്നത് സംസാരിക്കാൻ നല്ല എളുപ്പമുള്ളതും പ്രയോഗവൽക്കരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പാരിസ്ഥിതിക ബഡായിക്കാരിഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ പാരിസ്ഥിതികമായിട്ടുള്ള ജീവിതത്തെ അങ്ങനെ കൊണ്ടുപോകാൻ വലിയ പ്രയാസമുള്ള രീതിയാണ് നമ്മുടെ ഇടയിലൊക്കെ ഉള്ളത്. അതും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തെടുക്കുന്ന ചില തീരുമാനങ്ങൾ ഇന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ കൺക്ലൂഷനിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല, പിന്നല്ലേ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് എന്ന് പറഞ്ഞൊരു സാധനം. തെരഞ്ഞെടുപ്പ് സമയം എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് പദപ്പെടുന്ന സമയമാണ്.
എല്ലാവരുടെയും യഥാർത്ഥ മുഖവും യഥാർത്ഥ വീക്ക്നെസ്സുകളും യഥാർത്ഥ മനുഷ്യനെ അങ്ങനെ പച്ചക്കാളുകൾക്ക് കാണാൻ പറ്റുന്നൊരു സമയമാണ്. അപ്പോഴാണ് എല്ലാവരും പുറത്തു പറയുന്ന വടായികളൊക്കെ തൽക്കാലം മടക്കി കീശയിലിട്ട് എല്ലാതരം കോംപ്രമൈസുകൾക്കും സ്ഥാനാർത്ഥികളൊക്കെ ആവുന്ന അപ്പോൾ പഴയ അന്ന് നിങ്ങളങ്ങനെ പ്രസംഗിച്ചില്ലെന്ന് ചോദിച്ചാൽ പറയും ഇവൻ മിണ്ടല്ല, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, ഞാൻ ഒന്നുകൂടി പ്രസംഗിക്കാമെന്നുള്ള ആൾക്കാണ് ആളുകൾ പറയുക. അത്തരമൊരു ഘട്ടത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ ഏറ്റവും സത്യസന്ധമായ നിലപാടുകളായിരിക്കും. അപ്പോഴെടുക്കുന്ന തീരുമാനങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി എടുക്കുന്ന തീരുമാനമായിരിക്കും. വലിയ റിസ്ക് ഫാക്ടറുള്ള സമയമാണ്. ചാണ്ടി ഉമ്മൻ എടുത്തിരിക്കുന്നത് അത്തരത്തിലൊരു വെല്ലുവിളിയായിരുന്നു. സത്യത്തിൽ പലപ്പോഴും ഞാനിങ്ങനെ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ പലതരത്തിൽ അവരൊക്കെ പല തരത്തിൽ നമ്മൾ കുറ്റം പറയാറുണ്ട്. അവിടുത്തെ MLA എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അവിടുത്തെ ഒരു കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന പലതും ഉണ്ടാവാം. കുറേ കഥ യാഥാർത്ഥ്യങ്ങളുണ്ടാവാം. MLA മാരെ ചാക്കിട്ട് പിടിക്കണു, അല്ലെങ്കിൽ അവർക്ക് കോടികളുടെ വില പറയുന്നു എന്നൊക്കെ പറയുന്ന പല ആരോപണം ഉണ്ടാവാം. പക്ഷേ അവിടെ നിങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രീതിയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഏത് തെരഞ്ഞെടുപ്പ് കാലത്ത് തമിഴ്നാട്ടിലോ കർണാടകയിലോ പോയാൽ കേരളത്തിൽ കാണുന്ന പോലെയുള്ള ഈ അതിഭീകരമായ പരിസര മലിനീകരണ തെരഞ്ഞെടുപ്പ് രീതി നിങ്ങൾക്ക് അവിടെ കാണാനേ കഴിയില്ല. തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ കുറേയൊക്കെ മാറ്റം വന്നു. എന്നാൽ ഇപ്പോഴും ഒരു സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഞാനൊക്കെ ആലോചിക്കുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതിനൊരു മിനിറ്റ്സ് ഉണ്ട്. കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നടത്തിയിട്ടുള്ളൊരു മിനിറ്റ്സാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ മുമ്പിലുള്ളൊരു ആയുധം. അവനതങ്ങ് തുറക്കലാണ്. അങ്ങ് തുറന്നാൽ പിന്നെ ഒരു സാധനം അങ്ങനെ പറയും, എന്തൊക്കെ വേണ്ടതെന്ന് ചീട്ടിടും. അതിനകത്ത് പറയും ആദ്യം അഭ്യർത്ഥന വേണം, രണ്ടാമത് ചെറിയ പോസ്റ്റർ വേണം, മൂന്നാമത് മറ്റത് വേണം, മറിച്ച് വേണം. ഇതേതോ കാലത്ത് തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം രാജ്യത്ത് ഒരുപാട് ടെക്നോളജികൾ വന്നു. നമ്മളുടെ മെസ്സേജുകൾ, നമ്മളുടെ രീതികളൊക്കെ എല്ലാവരിലും എത്തിക്കാവുന്ന സന്ദേശങ്ങൾ വന്നു, പരിപാടികൾ വന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം സമയം കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. എന്നിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ അറിയാത്ത ഏതെങ്കിലും ഒരു വോട്ടർ ഉണ്ടായോ? ആ സ്ഥാനാർത്ഥിയുടെ നിലപാട് എന്താണ് എന്ന് അറിയാത്തൊരു വോട്ടർ ഉണ്ടായോ? ആ മുന്നണി എന്താണ് ജനങ്ങളോട് പറയുന്നത് എന്ന് മനസ്സിലാവാത്ത വോട്ടർമാരുണ്ടായോ? നോർമലി ഞാൻ പറയാം, ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ദിവസം എത്ര പണച്ചെലവുള്ള ദിവസമാണ് എന്ന് സ്ഥാനാർത്ഥിയായവർക്കും അറിയാം, രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം. അവരിൽ നിന്ന് ഇത് കട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇത്രയും ദിവസം കട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ വേസ്റ്റ് ഇല്ലാതാവുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തിനനുസൃതമായി അത് നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരമുള്ള അഭ്യർത്ഥന എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ആരെങ്കിലും വായിക്കാറുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും വീട്ടിൽ അങ്ങനെ ഒരു സാധനം കണ്ടാൽ ഒരു മനുഷ്യൻ അത് വായിച്ചു നോക്കില്ല. ഇന്ന് വരെ ഒരു സ്ഥാനാർത്ഥിയോട് നിങ്ങൾ അഭ്യർത്ഥനയിൽ ഇന്ന ഒരു പിഴവുണ്ടായി എന്ന് മുഴുവൻ അക്ഷരത്തെറ്റിൽ നിങ്ങൾ അടിച്ചോളൂ, ധൈര്യത്തിൽ നിങ്ങൾ അടിച്ചു വെച്ചോളൂ. ഒരാളും വായിക്കില്ല. നിങ്ങളുടെ അക്ഷരത്തെറ്റുണ്ടെന്ന് പറയാൻ പോലും അത് തുറന്നു നോക്കില്ല, ഒരാളും നോക്കില്ല. പക്ഷേ എന്നാലും നമ്മളിതിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഇതിങ്ങനെ ഒട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ സ്ഥാനാർത്ഥിയുടെ ചിലപ്പോൾ സ്ഥാനാർത്ഥിനെയും പോസ്റ്ററും കണ്ടാൽ മനസ്സിലാവില്ല. സത്യത്തിൽ നമ്മൾ ഈ പോസ്റ്റർ ഈ സ്ഥാനാർത്ഥി നല്ല ഉഷാറായി നടക്കും. ഇപ്പോൾ ഞാനിപ്പം നന്നായിട്ട് നടക്കുന്ന സമയത്താണ് എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തെരഞ്ഞെടുപ്പിൽ ഒട്ടിക്കുക. ഒരു 5 ദിവസം നടക്കുമ്പോഴേക്ക് നമ്മളുടെ സകല മേക്കപ്പ് ഒലിച്ചിട്ട് നമ്മൾ ആകെ കറുത്തിരുണ്ട് പോലാവും. പിന്നെ നമ്മൾ ചെന്നപ്പോലും ഈ പോസ്റ്ററിലാണ് സ്ഥാനാർത്ഥി എന്ന് വരെ മനസ്സിലാവില്ല. എന്നാലും പുതിയ പുതിയ കളർ പോസ്റ്ററുകൾ പിന്നെയും വന്നുകൊണ്ടിരിക്കും. എന്തിനാണിത്? എൻ്റെ പോസ്റ്റർ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടെന്നല്ലാണ്ട് നാട്ടുകാരിൽ ആർക്ക് സന്തോഷം ഉണ്ടാവാനാണ്? എന്തായാലും നമ്മൾ പോസ്റ്റർ അടിച്ചുകൊണ്ടേയിരിക്കുന്നു, ആട് പോസ്റ്റർ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കുറേ വേസ്റ്റ് നാട്ടിലിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഈ രീതി. ആ രീതിയെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങ് ഒഴിവാക്കാൻ ചാണ്ടി ഉമ്മൻ നടത്തിയിട്ടുള്ള പരിശ്രമത്തിന് എത്ര വലിയ സല്യൂട്ടാണ്. ഈ ഒരു അവാർഡൊന്നും പോരാന്നാണ് ഞാനിത് ഒരു വേദിയിൽ പറയണതല്ല. അന്ന് മുതലേ എൻ്റെ സുഹൃത്ത് ഗഫൂറൊക്കെ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിരുന്നു, ഞാൻ എന്നുവെച്ചാൽ എനിക്കതിൽ അസൂയായിരുന്നു. ചാണ്ടിയോട് തോന്നി നമുക്കത് ചെയ്യായിരുന്നു താൻ. അതും പോരാഞ്ഞിട്ട് മൂപ്പര് സൈക്കിളുമ്പിലും കയറിയിട്ടുള്ള യാത്രയും എനിക്ക് നേരത്തെ പറഞ്ഞ സൈക്കിള് നമ്മുടെ നാട്ടിലത് വലിയ ഇതായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ആംസ്റ്റർഡാമിൽ പോയാൽ ആംസ്റ്റർഡാമിൽ കാണാവുന്ന ഏറ്റവും രസമുള്ള കാഴ്ചയിലൊന്ന്, അവിടുത്തെ ഹോട്ടലുകളിൽ നിങ്ങൾ മുറിയെടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉയരത്തിൽ ഹോട്ടലിലെ ഏറ്റവും ടോപ്പ് റൂം എടുത്തിട്ട് നിങ്ങൾ രാവിലെ ഒരു 7 മണിക്ക് പുറത്തേക്ക് നോക്കിയിരുന്നാൽ കാണുന്ന അതിമനോഹരമായൊരു കാഴ്ചയുണ്ട്. ആംസ്റ്റർഡാമിലെ നഗരത്തിലേക്ക് ഈ പാറ്റ പൊടിയുന്നത് പോലെ
ആളുകൾ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ സൈക്കിളുകളൊക്കെ ഒരു കെട്ടിടത്തിനകത്തേക്ക് കയറുന്നത് കാണാം. നഗരത്തിനകത്തൊരു പാർക്കിംഗ് കാണില്ല. നഗരത്തിലെ എല്ലാ ഓഫീസുകളിലും ആളുകൾ സജ്ജമായിരിക്കും. അവിടെ എല്ലാ പണികളും നടക്കുന്നുണ്ടാവും. അവിടുത്തെ ഒരു വലിയ ഒരു സ്ട്രീമുണ്ട്. ആ സ്ട്രീമിൻ്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടുന്ന അത്ര തിരക്കിലാണ് നമ്മൾ. ആംസ്റ്റർഡാമിൻ്റെ അവിടെ ഡ്രഗ്സൊക്കെ അലൗഡായിട്ടുള്ള ഒരു രാജ്യമാണ്. പക്ഷേ ലോകത്തെ ഏറ്റവും ക്രിമിനൽ റേറ്റ് കുറഞ്ഞിട്ടുള്ള രാജ്യമാണ് ആംസ്റ്റർഡാം. കുറേ പ്രത്യേകതകൾ ആംസ്റ്റർഡാമിനുണ്ട്. ഏറ്റവും തെളിച്ചമുള്ള വെള്ളമുള്ള, നമ്മളെ ഇവിടുത്തെ പോലെ ഹോട്ടലിൽ പോയാൽ ബോട്ടിലൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ബാത്റൂമിനകത്തുനിന്ന് ഷവർ ഓപ്പൺ ചെയ്തിട്ട് കുടിക്കാം. അത്ര ശുദ്ധമായ വെള്ളം വരുന്ന ലോകത്തിലെ അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ്. പക്ഷേ രസമുള്ള കാഴ്ച, വൈകുന്നേരം നിങ്ങൾ ഒരു 5 മണിക്ക് ഇതേ ഹോട്ടലിൽ ഇതിൻ്റെ മുകളിൽ പോയി നിന്നാൽ എല്ലാ കെട്ടിടങ്ങളിൽ നിന്നും ഇങ്ങനെ പാറ്റ ഇറങ്ങുന്നത് പോലെ ആളുകൾ സൈക്കിളുകൾ ഇങ്ങനെ റോട്ടിലേക്ക് അതേപോലെ ഒരാൾക്കൂട്ടം വന്ന് ഇതിനകത്തേക്ക് കയറിയിട്ടങ്ങ് ഇല്ലാതാവുന്നു. ആ ആൾക്കൂട്ടം അതുപോലെ സൈക്കിളിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നു. എന്ന് വെച്ചാൽ അവിടുത്തെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ ആംസ്റ്റർഡാമിൽ അല്ലെങ്കിൽ ആ രാജ്യത്തെ ജനസംഖ്യയേക്കാൾ കൂടുതൽ സൈക്കിളുകൾ ആ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അത് ആരോഗ്യത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, പൊല്യൂഷൻ്റെ വിഷയത്തിൽ എല്ലാത്തിൻ്റെ കാര്യത്തിൽ സൈക്കിൾ ട്രാക്കുകൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഉള്ള സൈക്കിൾ ട്രാക്കുകളുണ്ട്. അതാ രാജ്യത്തെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്. ലോകത്തിൻ്റെ മോഡലായിട്ടുള്ളൊരു രാജ്യം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ആംസ്റ്റർഡാം അടക്കം ഉൾക്കൊള്ളുന്ന ആ പ്രവിശ്യകളൊക്കെ. ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സംഘടന പാർട്ടി മുസ്ലിം ലീഗ് പാർട്ടി ഇങ്ങനെ ഒരു എൻവയോൺമെൻ്റൽ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ആളുകൾക്ക് അവെയർ ഉണ്ടാക്കാൻ ഇത്തരത്തിലൊരു സംഘടനയെക്കുറിച്ച് ഹൈദരലി ശിഹാബ് തങ്ങളുടെ സമയത്ത് ആലോചിക്കുമ്പോൾ അന്ന് ആദ്യം ആലോചിച്ചിരുന്നൊരു കാര്യം, പിന്നെ അത് ഞാൻ അതിൻ്റെ ഭാരവാഹികളോട് പറയുകയാണ്, നിങ്ങളത് കുറച്ചുകൂടെ ജാഗ്രത ഈ പാർട്ടിക്കകത്തും പാർട്ടി ചുമതലപ്പെടുത്തുമ്പോൾ പുറത്തുള്ള മാത്രം കാര്യങ്ങൾ നോക്കിയാൽ പോരല്ലോ. അന്ന് ആ സമയത്ത് ചെയ്തിരുന്നൊരു കാര്യമുണ്ട്. അന്നത്തെ ബാനറുകൾ ചാക്ക് ബോർഡിൽ അടിച്ച സമയം ഉണ്ടായിരുന്നു. ആ ആവേശം പിന്നെ കണ്ടിട്ടില്ല, പിന്നെ ഞങ്ങളെ ചെയ്തതായിട്ട് ഞാൻ തോന്നിയിട്ടില്ല. പാർട്ടിയുടെ ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇത് ചുമരുത് കണ്ടില്ലേ നിങ്ങൾ, ഒരു പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിനെ ഒഴിവാക്കിയിട്ട് യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത് ചുമരെഴുത്തുകൾ ഈ വരുന്നതും അതുപോലെ തന്നെ ചാക്ക് ബോർഡുകളൊക്കെ വെച്ച് ആ എന്താണ് സംഘടന പാർട്ടിക്കകത്ത് സ്വാധീനം ചെലുത്തിയിട്ടുള്ള സമയമുണ്ടായിരുന്നു. അത് വലിയൊരു ആവേശമായിരുന്നു ആളുകൾക്കൊക്കെ. കാരണം പരിസ്ഥിതി സൗഹൃദം എന്ന് പറയുന്നത് ചെറിയൊരു വിഷയമല്ല. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ശരിക്കും ഒരു ബോംബിന് മുകളിൽ താമസിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു രീതി. അപ്പോൾ കേരളം എല്ലാവരും പറയും ഭയങ്കരമായിട്ട് നമ്മൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ജലസമൃദ്ധമാണ് കേരളം എന്ന് നമ്മൾ പറയുന്നൊരു ഡയലോഗുണ്ട്. സത്യത്തിൽ കേരളം ജലസമൃദ്ധമൊന്നുമല്ല, കേരളം മഴ സമൃദ്ധമാണ്, ജലസമൃദ്ധമല്ല. കാരണം കേരളത്തിൻ്റെ ഭൂപ്രകൃതി കിടക്കുന്നത് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞിട്ടാണ്. അതുകൊണ്ടെന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ മഴ പെയ്യുമ്പോൾ ഈ മഴയെ നമ്മൾക്ക് എടുക്കാൻ കഴിയാതെ മഴ ഈ പടിഞ്ഞാറോട്ട് ഒഴുകി നേരെ കടലിലേക്ക് പോകുന്ന അവസ്ഥയാണ് കേരളത്തിലെ ഈ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു ജലപ്രശ്നം നിൽക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. നമുക്കൊക്കെ അറിയാം. അപ്പോൾ തെക്കൻ മേഖലയിലേക്ക് വന്നാൽ റബ്ബർ തോട്ടങ്ങളായാലും, ഇനി മലബാറിലേക്ക് പോയാൽ കൃഷിയും അതുപോലെ തന്നെ കാപ്പിത്തോട്ടങ്ങളായാലും അതിനിടയിൽ കുഴി വെട്ടുമായിരുന്നു. ഈ കുഴിയിലാണ് മഴക്കാലത്ത് വെള്ളം മുഴുവൻ സംഭരിക്കപ്പെടുക ഉണ്ടായിരുന്നത്. വീരേന്ദ്രകുമാറിൻ്റെ ഒരു മനോഹരമായ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ ചെറുപ്പനാൾ മുതൽ കേൾക്കുന്ന ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, ഞാനിങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എനിക്കൊക്കെ അത് അനുഭവമാണ്, നമ്മളൊക്കെ പിന്നീട് ചെയ്യുന്നതാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പം ഈ വരമ്പിലൂടെ പോകുന്ന സമയത്ത് കാലിൻ്റെ നമ്മൾ മുട്ടുന്നു പറയില്ലേ, മടമ്പ് പറയില്ലേ, ഈ മടമ്പിൽ നമ്മളിങ്ങനെ അമർത്തിയിട്ട് നമ്മളിങ്ങനെ കറങ്ങും. ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ കറങ്ങുമ്പോൾ ആ മടമ്പിൻ്റെ അവിടെ ഒരു കുഴി ഇങ്ങനെ രൂപപ്പെട്ടു വരും. ചെരുപ്പ് മാറ്റിയിട്ടിട്ടാണ് കറങ്ങുക. ആ കുഴിയിലേക്ക് നമ്മളിങ്ങനെ നോക്കി നിന്നാൽ വെള്ളം ഇങ്ങനെ കിനിഞ്ഞു വന്ന് ഒരു കിണറിൽ വെള്ളം ഉറവയിൽ വരുന്ന പോലെ ആ കുഴിയിൽ വെള്ളം നിറയുന്നത് നമ്മളൊക്കെ ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കി നിന്ന് കണ്ടൊരു കാലമുണ്ട്. ഇപ്പം നമ്മൾ കാല് കറങ്ങിയിട്ട് കാര്യമില്ല. കുഴൽക്കിണർ ആജാതി കറങ്ങി എത്രയോ മീറ്ററുകൾ താഴേക്ക് പോയാൽ പോലും വെള്ളം കിട്ടാത്ത വണ്ണം ഭൂമി വരണ്ട് തുടങ്ങുകയാണ്. ശരിക്ക് ഈ വെള്ളത്തിനെ സംഭരിച്ചെടുക്കാം നമ്മൾ ഇപ്പോഴും പറയും. എന്നിട്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ കേരളം പുഴ കൊണ്ട് സമൃദ്ധം എന്നൊക്കെ നമ്മൾ പറയും. ബ്രഹ്മപുത്ര നദിയിൽ ഒഴുകുന്ന ജലം കേരളത്തിലെ എല്ലാ നദിയിലും കൂടെ ഒഴുകുന്നില്ല എന്ന് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയും നമുക്കത്ര പുഴകളുണ്ട്. പുഴകളൊക്കെ വലിയ മാസമാകുക മാത്രമല്ല, ബ്രഹ്മപുത്ര നദിയിൽ ഒഴുകുന്ന ജലം കേരളത്തിലെ എല്ലാ നദികളിലും കൂടെയുള്ള അളവെടുത്താൽ ഇല്ല എന്നുള്ളതാണ്. അത്ര സമൃദ്ധമല്ല, പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മഴ സമൃദ്ധമാണ്.
അതിനെ സംഭരിക്കാൻ കഴിയാതെ പോകുന്നത് പാരിസ്ഥിതികമായിട്ട് നമ്മളുടെ രീതി. ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ LSDയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത് പിന്നെ ഈ തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിലെ ഏറ്റവും പ്രശ്നം അത് ഏറ്റവും ഭീകരമായിട്ടുണ്ടാകുന്ന പാരിസ്ഥിതിക ഇഷ്യൂസാണ്. പ്ലാസ്റ്റിക്കുകളാവട്ടെ എന്തോ ആവട്ടെ. ഇപ്പോൾ ഇത്തരത്തിൽ വലിയ മാലിന്യങ്ങൾ വരുന്നതിനെക്കുറിച്ച് നമ്മൾ ഗ്രീൻ എക്കണോമി എന്ന് പറയുന്ന പോലെ ഒരു സർക്കിൾ എക്കണോമി എന്ന് പറയുന്നുണ്ട്. എന്താണ് സർക്കിൾ എക്കണോമി എന്ന് പറയുന്നത്? നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങളെ ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്ന് പറയുന്ന ഒരു രീതിയാണല്ലോ ആളുകളുടെ ഒരു രീതി. അത് നമ്മൾ പറയും യൂസ് ആൻഡ് ത്രോ എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് വെറും വേറെ ലൈഫിലെ വേറെ കാര്യങ്ങൾ മാത്രമല്ല, മനുഷ്യൻ്റെ ഒരു രീതിയാണ്. ഉപയോഗിക്കുക, ഒഴിവാക്കി കളയുക. ഒഴിവാക്കി കളയുക എന്ന് പറയുമ്പോൾ അത് നാട്ടിലെ ഒരു അപകടമായിട്ട് വരികയാണ്. എന്നാൽ ഉപയോഗിക്കുന്ന കാലയളവിനെ വർദ്ധിപ്പിക്കുക എന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തെ ക്വാളിറ്റി ഉള്ളതാക്കുക, അതിന് ലൈഫുള്ളതാക്കുക, അത് ദീർഘകാലം ഉപയോഗിക്കാൻ പര്യാപ്തമാക്കുക. ഇതിപ്പോൾ ഈ സർക്കിൾ എക്കണോമിയുടെ ഭാഗമായിട്ട് ലോകത്ത് ചിന്തിച്ച് തുടങ്ങുന്ന കാര്യമാണ്. ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ചിന്തിച്ച് തുടങ്ങുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കല്ല, സമയം ഭഗവാനായ ചാണ്ടി ഉമ്മൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് നിങ്ങളോട് സംസാരിക്കാനുള്ളതാണ്. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പറയാനുള്ളത് നമ്മൾ കേൾക്കേണ്ട ഇതുമായിട്ടുണ്ട്. കാരണം അത് പറയാൻ അവകാശമുള്ള ഒരാൾ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് അത് പറയേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ പാരിസ്ഥിതികമായിട്ട് വരുന്ന ഇത്തരം പ്രശ്നങ്ങളെ ഇപ്പോൾ കണ്ടൽക്കാടുകൾ, ഞാൻ നേരത്തെ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ പറയണ്ടായി, ഞാൻ കണ്ണൂരിൽ MLA ആയിരിക്കുന്ന സമയത്ത് നിയമസഭയിൽ ഉയർത്തിയിരുന്നൊരു ഗൗരവപ്പെട്ട പ്രശ്നം അതായിരുന്നു. ഭീകരമായിട്ട് അത് കണ്ണൂരിൽ ഇഷ്ടംപോലെ കണ്ടൽ വനങ്ങളുടെ സ്ഥലമാണ്. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഭയങ്കരമായിട്ട് കണ്ടൽ വനങ്ങളുണ്ടായിരുന്നു. കേരളത്തിൽ ഇഷ്ടം പോലെ കണ്ടൽ വനങ്ങളുണ്ട്. കണ്ടൽ വനത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പറയുന്നൊരു കാര്യമുണ്ട്. 100 ഏക്കർ വനഭൂമിക്ക് സമാനമാണ് 1 ഏക്കർ കണ്ടൽ വനം എന്നാണ്. ആജാതി ബയോഡൈവേഴ്സിറ്റിയാണ്. അത്ര അതിശയകരമായ ബയോഡൈവേഴ്സിറ്റി നിലനിൽക്കുന്ന പ്രദേശമാണ്. ഈ പാരിസ്ഥിതിക സന്തുലനാവസ്ഥയെ കൺട്രോൾ ചെയ്യുന്നതിൽ വലിയ ഘടകമാണ് നമ്മളുടെ കണ്ടൽ വനങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഒരു ലജ്ജയുമില്ലാതെ കേരളത്തിലെ കണ്ടൽ വനങ്ങൾക്ക് മുകളിൽ അപകടകരമായ വിധത്തിൽ കടന്നാക്രമണം നടക്കുകയാണ്. കൊച്ചിയിലൊക്കെ നടക്കുന്ന കെട്ടിട നിർമ്മാണങ്ങളിൽ ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്നത് കണ്ടൽ വനങ്ങളാണ്. അപ്പോൾ ഇതൊരു ചെറിയ പ്രശ്നമല്ല. വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവോ, ഇപ്പോൾ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ആർത്തലക്കുന്ന പുഴയുടെ അരികിൽ പോലും നിങ്ങൾ വുളു എടുക്കുമ്പോൾ ഒരു മുദ്ദ് വെള്ളം മതി എന്നാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വർത്താനം പറയുന്നത്, പക്ഷേ ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോൾ ഈ പള്ളിയിലൊക്കെ പോയാൽ നിങ്ങൾ കണ്ടില്ലേ, ഹൗല് തുറന്നു വെച്ചാൽ എന്താണ് ഹൗല് എന്ന് പറയുന്നതൊക്കെ പോയി ഇപ്പം ടാപ്പാണ്. ടാപ്പ് തുറന്നു വെച്ചിട്ടാണ് ലോകത്തെ വിവരങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുക. വെള്ളം ഇങ്ങനെ ഷൊറോന്ന് പോകുന്നുണ്ടാവും. അതിനിടയിലാണ് വെള്ളം ഉപയോഗിക്കാൻ. എന്നിട്ട് പള്ളിയിലൊക്കെ ചെയ്തു വെക്കുന്നൊരു പണിയുണ്ട്. ഈ വരൾച്ചയുടെ സമയം വരുമ്പോൾ ഒരു ബോർഡ് വരും. അത് കൊല്ലത്തിൽ എടുത്തു വെക്കുന്ന സാധനമാണ്. ആ കൊല്ലം കൊണ്ടുപോയി വെക്കും. എന്താണ്? വെള്ളം മിതമായി ഉപയോഗിക്കുക. വെള്ളം ഇല്ലാണ്ടാവുമ്പോഴല്ല മിതമായിട്ട് ഉപയോഗിക്കേണ്ടത്. വെള്ളം ഉള്ളപ്പോഴാണ് മിതമായി ഉപയോഗിക്കാൻ ശീലിക്കേണ്ടത് മനുഷ്യൻ. അല്ല, ഇല്ലാതായാലും ഉപയോഗിക്കാൻ നിങ്ങൾ പ്രത്യേകിച്ച് ബോർഡൊന്നും വെക്കണ്ട, അതങ്ങ് ഇല്ലാണ്ടാവും. ഉള്ള കാലത്ത് വരൾച്ച വരുമെന്ന ബോധ്യമുള്ള, അതുകൊണ്ടാണ് പറഞ്ഞത് ആർത്തലച്ചൊഴുകുന്ന പുഴയുടെ തീരത്തും ഒരു മുദ്ദ് മാത്രം നിനക്ക് ഉതെടുക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. ദുർവ്യായം ചെയ്യരുത്. ഗാന്ധിജി പണ്ട് ജവഹർലാൽ നെഹ്റുവിനോട് പറയുന്നുണ്ട്, സബർമതി ആശ്രമത്തിൽ ഗാന്ധിജി ഇങ്ങനെ തൻ്റെ വസ്ത്രം ഇങ്ങനെ അലക്കുക, എന്നിട്ട് കുറച്ചപ്പുറത്ത് പോയിട്ട് മൊന്തയിൽ വെള്ളം എടുത്ത് കൊണ്ടുവരിക, എന്നിട്ട് പിന്നെ ഇതിങ്ങനെ കുറച്ച് ദൂരെ വന്നിട്ട് അത് കഴുകുക, പിന്നെയും പോയിട്ട് മൊന്തയിൽ വെള്ളം എടുത്ത്. അപ്പം നെഹ്റു ഇതിങ്ങനെ കണ്ടിട്ട് ഒരു സങ്കടം, അദ്ദേഹത്തിൻ്റെ ഗാന്ധിജിയുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് നെഹ്റു പറഞ്ഞു, നിങ്ങൾക്ക് ആ പുഴയുടെ അരികിൽ ഇരുന്നിട്ട് ചെയ്താൽ പോരെ നോക്കുമ്പോൾ ഗാന്ധിജി പറയുന്നുണ്ട്, കുറേ താഴെ പാവം കുറേ മനുഷ്യർ കുടിക്കാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം അത്. എൻ്റെ വസ്ത്രത്തിൻ്റെ അഴുക്ക് എവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആർത്തലച്ചൊഴുകുന്ന സബർമതി തീരത്ത് വെച്ചാണ് ഗാന്ധിജി അത് പറയണത്. അത് പറയുന്ന ഒരു മനുഷ്യന്, അങ്ങനെ ചിന്തിക്കാൻ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങനെ വിചാരിച്ച ഒരു മനുഷ്യൻ, എല്ലാ ആളുകൾക്കും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നത് എല്ലാത്തിലും ഈ പഴുതാരയോട്, മണ്ണിനോട്, ജലത്തോട്, എല്ലാത്തിനോടും പ്രതിബദ്ധത വേണമെന്ന് പറയുന്നത് നമ്മളൊരു ഔദാര്യപൂർവ്വം ചെയ്തു കൊടുക്കേണ്ടതല്ല. നമ്മുടെ വ്യവസ്ഥിതി, ജീവൻ നിലനിൽക്കുന്നത് ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് എന്ന ബോധ്യമില്ലായ്മയുടെ പേരിലാണ്. ഞാൻ പറയുന്നു വീണ്ടും, ഞാൻ ഈ പ്രസംഗിച്ച പോലെ പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള പണിയാണ്. പക്ഷേ ചാണ്ടി ഉമ്മൻ ചെയ്തതുപോലെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു റിസ്ക്കുള്ള പണിയാണ്. ആ പണിയാണ് ചാണ്ടി ഉമ്മൻ ചെയ്തത് എന്നതുകൊണ്ട് ഈ അവാർഡിന്
കേരളത്തിലെ ഏറ്റവും അർഹനെന്ന് ഒരു മടിയുമില്ലാതെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അദ്ദേഹം തന്നെയാണ്. കാരണം വെച്ചാൽ അതൊരു ഔപചാരികമായ വർത്താനമല്ല. ഞാനത് പറയുന്നതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ടാവും ഞാനത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ടാവും. ഏതായാലും അദ്ദേഹം ചെയ്തിരിക്കുന്നത് വളരെ വ്യതിരിക്തമായ, ഉമ്മൻചാണ്ടി സാറ് പിന്നെ ഒരു കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ഒരു മോഡലാണ്. അദ്ദേഹത്തെ പകർത്തുകയല്ല, അദ്ദേഹത്തെ കാലത്തിനനുസരിച്ച് അവതരിപ്പിക്കുന്നു എന്ന ഒരു മകൻ്റെ ഉത്തരവാദിത്വം കൂടെ അദ്ദേഹം നിർവഹിക്കുന്നു എന്നതിലുള്ള സന്തോഷം കൂടെ ഞാൻ അറിയിച്ചുകൊണ്ട് ഔപചാരികതയ്ക്ക് വേണ്ടി ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.